DCCകളെ കൂടുതൽ ശാക്തീകരിക്കാനുള്ള തീരുമാനത്തിന് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ അംഗീകാരം. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ പരിഗണന കിട്ടും. ഈ വർഷം സംഘടനാ തലത്തിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നിർണായക തീരുമാനങ്ങൾ ചർച്ച ചെയ്യാൻ 5 മണിക്കൂറോളമാണ് പ്രവർത്തക സമിതി യോഗം ചേർന്നത്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വീഴ്ച പാടില്ലെന്നാണ് നിലപാട്. താഴേക്കിടയിൽ നിന്ന് തന്നെ നല്ല നിർദ്ദേശങ്ങൾ വരണം. ഇതിന് DCCകൾക്ക് കൂടുതൽ കരുത്തു നൽകണം. We are going to have a massive organizational reshuffle. We are going to forming guidelines for the reorganizations. Our in charges and general secretaries are on the job of doing all these things. DCC അധ്യക്ഷന്മാരുടെ നിർദ്ദേശങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പരിഗണിക്കും. ചർച്ചയിൽ ചില PCC അധ്യക്ഷന്മാർ എതിർപ്പ് രേഖപ്പെടുത്തി. DCC അധ്യക്ഷന്മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും നിർദ്ദേശം ഉയർന്നു. കോൺഗ്രസിന് ഇത് പുനഃസംഘടനയുടെ വർഷമാണ്. വിപുലമായ പുനഃസംഘടന ഉറപ്പെന്നും KC വേണുഗോപാൽ യോഗത്തിന് ശേഷം പറഞ്ഞു. BJP സർക്കാരിന്റെ അധികാരകാലത്ത് ഗുജറാത്തിലുണ്ടായ പിന്നാക്കാവസ്ഥയെക്കുറിച്ചും സംസ്ഥാനത്തെ തിരിച്ചുവരവിനെക്കുറിച്ചും കോൺഗ്രസ് പ്രമേയം പാസാക്കി. വിവിധ ദേശീയ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രമേയമുണ്ട്. നാളെ സബർമതി തീരത്ത് നടക്കുന്ന AICC സമ്മേളനത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കും. നരേന്ദ്രമോദിയുടെയും BJPയുടെയും കോട്ടയിൽ നിന്നാണ് തിരിച്ചുവരവിനുള്ള ചർച്ചകൾ കോൺഗ്രസ് തുടങ്ങുന്നത്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ജില്ലാ നേതൃത്വത്തിന് കൂടുതൽ പരിഗണന ലഭിക്കും. അഹമ്മദാബാദിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അങ്ങനെ സമ്പൂർണ്ണ അഴിച്ചുപണിയിലേക്കടക്കം കോൺഗ്രസ് കടക്കാൻ പോകുന്നു. അഹമ്മദാബാദിൽ ചേരുന്ന വിശാല പ്രവർത്തക സമിതിയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുന്നത്. അഹമ്മദാബാദിൽ നിന്നിപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ശ്രീനാഥ്, അപ്പോൾ കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണി വരുന്നു. സംഘടനാ തലത്തിൽ സമ്പൂർണ്ണ പുനഃസംഘടന എന്ന് കരുതാമല്ലോ. എന്തൊക്കെ ചർച്ചകൾ നടന്നു? നാളെ എന്തൊക്കെ, ശ്രീനാഥ്? ഇന്ന് പ്രധാനമായും നടന്നത് കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാം എന്നതിനെക്കുറിച്ചാണ് ആദ്യഘട്ടത്തിൽ ചർച്ച. അതിൽ വന്നത് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയൊരു വീഴ്ച ഉണ്ടാകരുത് എന്നതാണ്. അതിനുള്ള വഴി എന്നോണമാണ് ഈ പ്രാഥമികമായ തലങ്ങളിൽ, അതായത് ജില്ലാ തലങ്ങളിൽ തന്നെ ജില്ലാ അധ്യക്ഷന്മാർക്ക് അടക്കം കൂടുതൽ അധികാരങ്ങൾ കൊടുത്ത് അവരുടെ ശബ്ദം കൂടി കേൾക്കണം ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു അന്തിമ രൂപത്തിൽ ഒരു പ്രഖ്യാപനം ഇന്നിപ്പോൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ചർച്ചകൾ ആ തരത്തിൽ നടന്നിട്ടുണ്ട്. അതോടൊപ്പമാണ് മറ്റു കാര്യങ്ങൾ. ഈ പ്രമേയം നാളെ ഇപ്പോൾ AICC സമ്മേളനം നടക്കാൻ പോവുകയാണ്. 64 വർഷങ്ങൾക്ക് ശേഷമാണ് അഹമ്മദാബാദിൽ വീണ്ടും ഒരിക്കൽ കൂടി, അതായത് ഗുജറാത്തിൽ 64 വർഷത്തിന് ശേഷം ഒരു സമ്മേളനം നടക്കുമ്പോൾ അതിൽ അവതരിപ്പിക്കേണ്ട പ്രമേയത്തെക്കുറിച്ച് ചർച്ച നടന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ അത് സമർപ്പിക്കപ്പെട്ടു. അതിലിപ്പോൾ ഏതാണ്ട് അത് ഡ്രാഫ്റ്റിംഗ് പൂർത്തിയായി. ഇനിയിപ്പോൾ നാളെ അത് അവതരിപ്പിക്കും. 2 കാര്യങ്ങളാണ് പ്രമേയങ്ങൾ തയ്യാറാവുന്നത്. അതിൽ ഒന്ന് ഗുജറാത്തുമായി ബന്ധപ്പെട്ടതാണ്. ഗുജറാത്തിൽ കഴിഞ്ഞ 30 വർഷത്തിനിടെ നരേന്ദ്രമോദി സർക്കാർ, ഒപ്പം തന്നെ BJP സർക്കാർ അത് എത്രത്തോളം സംസ്ഥാനത്തെ പുറകോട്ട് കൊണ്ടുപോയി, കോൺഗ്രസിന് എങ്ങനെ സംസ്ഥാനത്ത് മുന്നോട്ട് വരാം എന്ന കാര്യങ്ങളാണ് ഒന്നാമത്തെ പ്രമേയം. രണ്ടാമത്തേത് ദേശീയ വിഷയങ്ങളാണ്. അതിൽ മണിപ്പൂരുണ്ട്, ഒപ്പം വഖഫ് വിഷയമുണ്ട്. അത്തരത്തിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് രണ്ടാമത്തെ പ്രമേയം. ഈ 2 പ്രമേയങ്ങളാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഇത് നാളെ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ സംഘടനാ തലത്തിൽ പുനഃസംഘടന എന്ന കാര്യം കോൺഗ്രസ് ഗൗരവമായി തന്നെ അത് വിശാലാർത്ഥത്തിൽ തന്നെ ഉണ്ടാകും. അത് PCC തലങ്ങളിലും ജില്ലാ തലങ്ങളിലും ദേശീയ തലത്തിലും ഉണ്ടാകും എന്ന സൂചനയാണ് ഇന്നിപ്പോൾ KC വേണുഗോപാൽ വൈകിട്ട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്. വിപുലമായ ഒരു പുനഃസംഘടന എന്നത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിനുള്ള നടപടികൾ മുന്നോട്ട് പോകും. കാരണം ഇതൊരു പുനഃസംഘടന വർഷമായി കോൺഗ്രസ് കാണുന്നുണ്ട്. അങ്ങനെ സംഘടനാ തലത്തിൽ പാർട്ടിയെ എങ്ങനെ കരുത്തുറ്റതാക്കി മാറ്റാം, തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, നിലവിൽ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനും അധികാരത്തിൽ വരാനും വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ പലതരത്തിൽ ചർച്ചകൾ ഇന്ന് വിശാല വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ നടക്കുകയും ചെയ്തു. നാളെയാണ് യഥാർത്ഥത്തിൽ അഹമ്മദാബാദിൽ പാർട്ടിയുടെ ശക്തി പ്രകടനമായി മാറാൻ പോകുന്ന ആ AICC സമ്മേളനം നടക്കാൻ പോകുന്നത്. ഉന്മേഷ്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്.